തെളിച്ചം ദൈവസന്നിധി അലങ്കരിക്കും. പൂക്കൾക്കെന്തു സുഗന്ധം ദൈവസന്നിധി അലങ്കരിക്കും. പൂക്കൾക്കെന്തു സുഗന്ധം തിരിയായെരിയാം പൂവായി വിടരാം കർത്താവിൻ സന്നിധിയിൽ. തിരിയായെരിയാം പൂവായി വിടരാം കർത്താവിൻ സന്നിധിയിൽ. കർത്താവിൻ സന്നിധിയിൽ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടും കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. പ്രിയ സഹോദരരെ, യേശുവിനെ വരവിനായിട്ട് ഒരുങ്ങുന്ന ഈ ആഗമന കാലഘട്ടത്തിൽ യോഹന്നാനെ ദൈവം അയക്കുകയാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനം നിറവേറും എന്നുള്ള പ്രതീക്ഷയോടെ കൂടിയിരുന്ന ജനത്തിൻ്റെ മുന്നിലേക്കാണ് യോഹന്നാൻ മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരുന്നത്. അതുവരെ തങ്ങൾ ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് ബോധവാന്മാരാകുകയും അത് തിരുത്തുവാനായിട്ട് തയ്യാറാകുകയും അങ്ങനെ യോഹന്നാൻ്റെ പക്കൽ നിന്ന് സ്നാനം സ്വീകരിച്ചു വേണ്ടുന്ന ഒരുക്കം നടത്തുകയും ചെയ്തു. അതേ ഒരുക്കത്തിലാണ് നമ്മളിന്ന് കടന്നു പോകുന്നത്. നമുക്കും യേശുവിനെ സ്വീകരിക്കുവാൻ വേണ്ടി ആ യോഹന്നാൻ്റെ പ്രബോധനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണെന്നുള്ള ബോധ്യത്തിലൂടെ ഓരോന്നും സ്വീകരിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്തുകൊണ്ട് യേശുവിൻ്റെ വരവിനായിട്ട് നമുക്കൊരുങ്ങാം. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ നമുക്ക് പരിശോധിക്കാം. നമ്മൾ ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും ദൈവത്തോട് ഏറ്റു പറഞ്ഞുകൊണ്ട് ഭക്തിയോടു കൂടി നമുക്ക് ഈ ബലി അർപ്പിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മളെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ പുത്രനെ എതിരേൽക്കുവാൻ തിടുക്കത്തിലോടെ ഇണയുന്നവർക്ക് ലൗകികമായി ഒന്നും തന്നെ പ്രതിബന്ധമാകരുത്. എന്നാൽ സ്വർഗീയ ജ്ഞാനസമ്പാദനം ഞങ്ങളെ അവിടുന്ന് പങ്കാളികളാക്കുവാൻ ഇടവരുത്തുകയും ചെയ്യുമാറാകട്ടെ. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചൻ്റെ കർത്താവും അങ്ങയുടെ പുത്രനുമായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടണമേ. ആമേൻ. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്, നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു, ആശ്വസിപ്പിക്കുവിൻ, എൻ്റെ ജനത്തെ സമാശ്വസിപ്പിക്കുവിൻ. ജെറുസലേമിനോട് സൗമ്യമായി സംസാരിക്കുകയും അവളോട് പ്രഘോഷിക്കുകയും ചെയ്യുവിൻ.
അവളുടെ അടിമത്തം അവസാനിച്ചു. തിന്മകൾ ക്ഷമിച്ചിരിക്കുന്നു. എല്ലാ പാപങ്ങൾക്കും കർത്താവിൽ നിന്ന് ഇരട്ടി ശിക്ഷയും ലഭിച്ചിരിക്കുന്നു. ഒരു സ്വരം ഉയരുന്നു, മരുഭൂമിയിൽ കർത്താവിന് വഴിയൊരുക്കുവിൻ. വിജനപ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് വിശാല വീതി ഒരുക്കുവിൻ. താഴ്വരകൾ നികത്തപ്പെടും, മലകളും കുന്നുകളും താഴ്ത്തപ്പെടും, കുന്നും കുഴിയുമായ സ്ഥലങ്ങൾ നിരപ്പാകും, ദുർഘട പ്രദേശങ്ങൾ സമതലമാകും. കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടും. മർത്യരെല്ലാവരും ഒരുമിച്ച് അത് ദർശിക്കും. കർത്താവാണ് ഇത് അരുൾ ചെയ്യുന്നത്. സദ്വാർത്തയുമായി വരുന്ന സിയോനെ, ഉയർന്ന മലയിൽ കയറി ശക്തിയോടെ സ്വരമുയർത്തി പറയുക. സദ്വാർത്തയുമായി വരുന്ന ജെറുസലേമേ, നിർഭയം വിളിച്ചു പറയുക. യൂദയായുടെ പട്ടണങ്ങളോട് പറയുക, ഇതാ നിങ്ങളുടെ ദൈവം, ഇതാ ദൈവമായ കർത്താവ് ശക്തിയോടെ വരുന്നു. അവിടുന്ന് കരബലത്താൽ ഭരണം നടത്തുന്നു. സമ്മാനം അവിടുത്തെ കയ്യിലുണ്ട്, പ്രതിഫലവും അവിടുത്തെ മുൻപിലുണ്ട്. ഇടയനെ പോലെ അവിടുന്ന് തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കുന്നു. അവിടുന്ന് ആട്ടിൻകുട്ടികളെ കരങ്ങളിൽ ചേർത്ത് മാറോടണച്ച് തള്ളയാടുകളെ സാവധാനം നയിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവെ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. കർത്താവെ, കർത്താവേ, അങ്ങയുടെ കാരുണ്യം അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. ഞങ്ങളിൽ ചൊരിയണമേ. കർത്താവായ ദൈവം അരുൾ ചെയ്യുന്നത് ഞാൻ കേൾക്കും. അവിടുന്ന് തൻ്റെ ജനത്തിന് സമാധാനം അരുളും. ഹൃദയപൂർവ്വം തന്നിലേക്ക് തിരിയുന്ന തൻ്റെ വിശുദ്ധർക്ക് തന്നെ. അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് രക്ഷ സമീപസ്ഥമാണ്. മഹത്വം നമ്മുടെ ദേശത്ത് കുടികൊള്ളും. കർത്താവേ, കർത്താവേ, അങ്ങയുടെ കാരുണ്യം അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. ഞങ്ങളിൽ ചൊരിയണമേ. കാരുണ്യവും വിശ്വസ്തതയും തമ്മിൽ ആശ്ലേഷിക്കും. നീതിയും സമാധാനവും പരസ്പരം ചുംബിക്കും. ഭൂമിയിൽ വിശ്വസ്തത മുളയെടുക്കും. നീതി ആകാശത്തു നിന്ന് ഭൂമിയെ കടാക്ഷിക്കും. കർത്താവേ, കർത്താവേ, അങ്ങയുടെ കാരുണ്യം അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. ഞങ്ങളിൽ ചൊരിയണമേ. കർത്താവ് നന്മ പ്രദാനം ചെയ്യും. നമ്മുടെ ദേശം സമൃദ്ധമായി വിളവ് നൽകും. നീതി അവിടുത്തെ മുമ്പിൽ നടന്ന് അവിടത്തേക്ക് വഴിയൊരുക്കും. കർത്താവേ, കർത്താവേ, അങ്ങയുടെ കാരുണ്യം അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. ഞങ്ങളിൽ ചൊരിയണമേ. വിശുദ്ധ പത്രോസ് എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്ന്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ മുമ്പിൽ ഒരു ദിവസം 1000 വർഷങ്ങൾ പോലെയും 1000 വർഷങ്ങൾ ഒരു ദിവസം പോലെയുമാണ് എന്ന കാര്യം നിങ്ങൾ വിസ്മരിക്കരുത്. കാലവിളംബത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുതപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേയുള്ളൂ. കർത്താവിൻ്റെ ദിനം കള്ളനെ പോലെ വരും. അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകും. മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞ് ചാമ്പലാകും. ഭൂമിയും അതിലുള്ള സമസ്തവും കത്തിനശിക്കും. ഇവയെല്ലാം നശ്വരമാകയാൽ വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കുന്നതിൽ നിങ്ങൾ എത്ര ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. ആകാശം തീയിൽ വെന്ത് നശിക്കുകയും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവിൻ. നീതി നിവസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും അവിടുത്തെ വാഗ്ദാനപ്രകാരം നാം കാത്തിരിക്കുന്നു. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഇവ പ്രതീക്ഷിച്ചുകൊണ്ട് കളങ്കവും കറയുമില്ലാതെ സമാധാനത്തിൽ കഴിയുന്നവരായി നിങ്ങൾ അവന് കാണപ്പെടാൻ വേണ്ടി ഉത്സാഹിക്കുവിൻ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി.
കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ, അവൻ്റെ പാത നേരെയാക്കുവിൻ. സകല മനുഷ്യരും ദൈവത്തിൻ്റെ രക്ഷ കാണുകയും ചെയ്യും. കർത്താവ് നിങ്ങളോടും കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസ് എഴുതിയ സുവിശേഷം. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം. ഇതാ, നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനയക്കുന്നു. അവൻ നിൻ്റെ വഴിയൊരുക്കും. മരുഭൂമി വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം. കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ, അവൻ്റെ പാത നേരെയാക്കുവിൻ എന്ന് യേശയ്യാ പ്രവാചകൻ്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പാപമോചനത്തിനുള്ള അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് സ്നാപക യോഹന്നാൻ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. യൂദയ മുഴുവനിലെയും ജെറുസലേമിലെയും ജനങ്ങൾ അവൻ്റെ അടുത്തെത്തി. അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ജോർദാൻ നദിയിൽ നിന്ന് വെച്ച് സ്നാനം സ്വീകരിച്ചു. യോഹന്നാൻ ഒട്ടരോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ചിരുന്നു. അരയിൽ തോൽപ്പട്ട ചുറ്റിയിരുന്നു. വെട്ടുകിളിയും കാട്ടുതേനുമായിരുന്നു അവൻ്റെ ഭക്ഷണം. അവൻ ഇപ്രകാരം ഉദ്ഘോഷിച്ചു: എന്നേക്കാൾ ശക്തനായവൻ എൻ്റെ പിന്നാലെ വരുന്നു. കുനിഞ്ഞ് അവൻ്റെ ചെരുപ്പിൻ്റെ വള്ളിയഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ട് സ്നാനം നൽകി, അവനാകട്ടെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് സ്നാനം നൽകും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. പാപം നീക്കം ചെയ്യട്ടെ. യേശുവിൽ പ്രിയമുള്ളവരെ, യോഹന്നാൻ യൂദയായിലെ മരുഭൂമിയിൽ ജോർദാൻ നദീതീരത്ത് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു: മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന്. അദ്ദേഹത്തിൻ്റെ ഈ പ്രാഗൽഭ്യമേറിയ വാക്കുകൾ ജനങ്ങൾ കേട്ടു. യോഹന്നാൻ ദൈവത്തിൻ്റെ ആഹ്വാനമനുസരിച്ചുകൊണ്ട് ജനങ്ങളെ ഒരുക്കുവാനായിട്ട്, രക്ഷകൻ്റെ വഴിയൊരുക്കുവാനായിട്ട് കടന്നു വന്ന ഒരു വലിയ പ്രവാചകൻ. വൃദ്ധ ദമ്പതിമാരായ സക്കറിയാസിൻ്റെയും എലിസബത്തിൻ്റെയും മകൻ. അവർക്ക് മക്കളില്ലായിരുന്നു. ഒരു ദിവസം ദൈവാലയ ശുശ്രൂഷയ്ക്ക് വേണ്ടി സക്കറിയ തിരഞ്ഞെടുക്കപ്പെട്ടു. ദൈവത്തിന് വേണ്ടി ധൂപാർപ്പണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ച് അറിയിച്ചു. അവർ സംശയിച്ചു. കാരണം വൃദ്ധരായ തങ്ങൾക്ക് ഇനി എങ്ങനെ ഒരു പുത്രൻ ജനിക്കും? എങ്കിലും ഇത് ദൈവത്തിൻ്റെ നിയോഗമാണ് എന്ന് മനസ്സിലാക്കുവാൻ ദൈവദൂതൻ സക്കറിയാസിനെ പ്രേരിപ്പിച്ചു. അങ്ങനെ നാളുകൾക്ക് ശേഷം യോഹന്നാൻ ജനിച്ചു. യോഹന്നാൻ്റെ ജനനം നമുക്കറിയാം. പിന്നെ പ്രത്യക്ഷപ്പെടുന്നത് മരുഭൂമിയിലാണ്. ദൈവം ഏൽപ്പിച്ച ആ കാര്യങ്ങൾ നിർവഹിക്കുവാനായിട്ട് ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. ആ യോഹന്നാനെക്കുറിച്ച് ഇങ്ങനെയൊരു കഥയുണ്ട്.
യോഹന്നാനും യേശുവും തമ്മിൽ 6 മാസം മാത്രമേ പ്രായത്തിന് വ്യത്യാസമുള്ളൂ. യേശു ജനിച്ച ഉടനെ രാജാവ് തനിക്ക് എതിരായിട്ടൊരു രാജാവ് ജനിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് 2 വയസ്സിന് താഴെയുള്ള കുട്ടികളെല്ലാം കൊല്ലുവാനായിട്ട്, വധിക്കുവാനായിട്ട് കൽപ്പന പുറപ്പെടുവിച്ചു. ഇത് സക്കറിയാസ് എലിസബത്ത് അറിഞ്ഞു. അവർ രണ്ടുപേരും പാലായനം ചെയ്യുകയാണ്, ഓടുകയാണ് മരുഭൂമിയിലൂടെ. എലിസബത്ത് തൻ്റെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട്, പിറകെ യോഹന്നാനുമുണ്ട്. അതിന് പിറകെ യോഹന്നാനെ വധിക്കുവാനായിട്ട് 2 വയസ്സിന് താഴെയുള്ള കുട്ടിയായതുകൊണ്ട് വധിക്കുവാനായിട്ട് പടയാളികളും ഒപ്പമുണ്ട്. അങ്ങനെ എലിസബത്തും ആ കുഞ്ഞിനെയും കൊണ്ടൊരു പാറപ്പുറത്ത് എത്തി. ആ പാറ പിളർന്ന് അവർ അതിൻ്റെ അഗാധത്തിലേക്ക് താഴ്ന്നുപോയി. ആ സമയത്ത് പാറ കൂടുകയും അവിടെ സക്രിയാസ് കടന്നു വരികയും അദ്ദേഹത്തോടൊപ്പം പിന്തുടർന്ന പടയാളികൾ അയാളെ വധിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് പിന്നീട് നമ്മൾ യോഹന്നാനെ കാണുന്നത് മരുഭൂമിയിൽ യുവാവായിട്ട് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന ആഹ്വാനമായിട്ടായിരുന്നു. പക്ഷേ ഈ കഥ ഇങ്ങനെ ഇരിക്കെ, അതെന്തുമാകട്ടെ, ഇവിടെ സുവിശേഷകൻ ചൂണ്ടിക്കാണിക്കുന്നത് ദൈവം എന്തെല്ലാം ഏൽപ്പിച്ചുവോ അത് കൃത്യമായിട്ട് നിർവഹിക്കുവാൻ വേണ്ടി തയ്യാറായ യോഹന്നാനെയാണ്. ദൈവത്തിൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് വരുവാനായിട്ട്, വഴിയൊരുക്കുവാനായിട്ട് ഏൽപ്പിക്കപ്പെട്ട, ആ ദൗത്യം ഏൽപ്പിക്കപ്പെട്ട മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ജീവിത രീതി തന്നെ വളരെ ലളിതമായിരുന്നു. മരുഭൂമിയിലുള്ള ജീവിതം, ഒരു താമസനായിട്ടുള്ള ജീവിതം, ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രങ്ങൾ, അതേസമയം തന്നെ കാട്ടുതേനും വെട്ടുക്കിളിയും ഭക്ഷണം. അങ്ങനെ ഒരു തപോധികനായിട്ട് മരുഭൂമിയിൽ വസിച്ചുകൊണ്ട് തൻ്റെ ദൗത്യം നിർവഹിക്കുവാനായിട്ട് ജോർദാൻ നദിയുടെ തീരത്തേക്ക് കടന്നു വരികയാണ്, അനുതാപത്തിൻ്റെ സ്നാനവുമായിട്ട്. പ്രിയമുള്ളവരെ, അനുതാപത്തിൻ്റെ ജീവിതം ഇദ്ദേഹം നയിച്ചുവെങ്കിൽ, ഒരു മനുഷ്യൻ അനുതാപത്തിൻ്റെ ജീവിതം നയിക്കുന്നത് 2 സന്ദർഭങ്ങളിലാണ്. ഒന്ന്, തൻ്റെ സ്വന്തമായ പാപപരിഹാരത്തിന് വേണ്ടി അവൻ അനുതാപത്തിൽ ജീവിക്കുന്നു. മറ്റൊന്ന്, സമൂഹത്തിൻ്റെ പാപപരിഹാരത്തിനായിട്ട് അവൻ അനുതാപത്തിൽ ജീവിക്കുന്നു. യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏതാണ് എടുക്കേണ്ടത് എന്നിവിടെ നമ്മൾ ചിന്തനീയമാണ്. യഥാർത്ഥത്തിൽ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി അനുതാപത്തിൻ്റെ ജീവിത യോഹന്നാൻ ആവശ്യമുണ്ടോ? യോഹന്നാൻ ആദ്യം മുതൽ തന്നെ വിശുദ്ധീകരിക്കപ്പെട്ടവനായിരുന്നു. നമുക്കറിയാം, എലിസബത്തിൻ്റെ ഉദരത്തിൽ വഹിക്കുമ്പോൾ തന്നെ പരിശുദ്ധ കന്യകാമറിയും യേശു പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഉദരത്തിലുണ്ട്. ആ സമയത്ത് ഇവർ തമ്മിൽ ഉള്ള കൂടിക്കാഴ്ച, ആ സമയത്ത് ആ ദർശന മാത്രയിൽ തന്നെ എലിസബത്തിൻ്റെ ഉദരത്തിൽ കിടക്കുന്ന ശിശു കുതിച്ചാടി. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ അനുഭവപ്പെട്ടു. അതോടുകൂടി അവിടെ യോഹന്നാൻ വിശുദ്ധീകൃതനായിട്ട് മാറുകയാണ്. അങ്ങനെ ഉത്ഭവം മുതൽക്ക് തന്നെ പാപരഹിതനായിട്ട് ജനിച്ച ഈ മനുഷ്യന് സ്വന്തം പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു അനുതാപത്തിൻ്റെ ജീവിതം ആവശ്യമില്ല. രണ്ടാമതായിട്ട് വരുമ്പോൾ സമൂഹത്തിൻ്റെ പാപത്തിന് പരിഹാരമായിട്ടാണ്. ദൈവം കൊടുത്ത ദൗത്യം ഇതാണ്: എൻ്റെ പുത്രൻ ഈ ലോകത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടിയിട്ട് അന്നത്തെ ജനത്തെ ഒരുക്കുക. അന്നത്തെ അവരുടെ ജീവിത രീതിയിൽ നിന്ന് അവരെ വേർപെടുത്തിക്കൊണ്ട് അവരുടെ ജീവിത അവസ്ഥയിൽ നിന്നും പാപാവസ്ഥയിൽ ബോധ്യപ്പെട്ടുകൊണ്ട് അത് തിരുത്തിക്കൊണ്ട് വരുവാനിരിക്കുന്ന ആ പ്രതീക്ഷിക്കുന്ന യേശുവിനെ സ്വീകരിക്കുവാനായിട്ട് ഒരുക്കുക. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും
സമൂഹത്തിൻ്റെ പാപപരിഹാരത്തിനായിട്ടാണ് യേശു തൻ്റെ അനുതാപ ജീവിതം നയിച്ചത് എന്ന് വളരെ വ്യക്തമാണ്. പ്രിയമുള്ളവരെ, യോഹന്നാൻ പ്രത്യക്ഷപ്പെട്ടത് മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്നാണ്. നമുക്കറിയാം, ആദിമതഭക്കന്മാരുടെ പാപം മൂലം സ്വർഗകവാടം അടക്കപ്പെട്ടു. ആ അടക്കപ്പെട്ട സ്വർഗകവാടം തുറക്കുന്നത് ദൈവം തന്നെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, എൻ്റെ രക്ഷകൻ ഈ ലോകത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് എന്ന്. അങ്ങനെ ഇരിക്കെ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മരുഭൂമിയിൽ യോഹന്നാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അന്നുവരെ രക്ഷകനെയും പ്രതീക്ഷിച്ചിരുന്ന ആ ജനതയ്ക്ക് ബോധ്യമായി യേശുവിൻ്റെ രക്ഷകൻ്റെ വരവിന് സമയമായി എന്ന്. ഇസ്യാസ് പ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ട്, കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദം. ആ ശബ്ദത്തിൻ്റെ പൂർത്തീകരണമാണ് യോഹന്നാൻ. അദ്ദേഹം സ്വർഗരാജ്യം സമീപിച്ചിരിക്കുമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും രക്ഷകൻ്റെ ആഗമനമാണ് ഇതിലൂടെ സുവിശേഷകൻ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം തന്നെ രക്ഷകൻ ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നത് ദൈവമായിട്ടായിരിക്കണമെന്നില്ല, ചിലപ്പോൾ ദൈവദൂതനായിട്ട് ആയിരിക്കാം. കാരണം ആദിമാതാപിതാക്കന്മാർക്ക് നൽകിയ വാഗ്ദാനം ഇതാണ്, അന്നത്തെ ദൈവം കൊടുത്ത വാഗ്ദാനം ഇതാണ്, ഞാൻ ഈ ലോകത്തിലേക്ക് വരും. പക്ഷേ രക്ഷകനെ അയക്കും എന്നാണ്, അല്ലാതെ താൻ തന്നെ രക്ഷകനായിട്ട് ഈ ലോകത്തിലേക്ക് വരുമെന്നല്ല. അങ്ങനെ ഇരിക്കെ ഇസ്യാസ് പ്രവാചകൻ്റെ വചനം എടുക്കുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും രക്ഷകൻ്റെ വരവ് ആഗതമായി. അങ്ങനെയെങ്കിൽ രക്ഷകൻ ദൈവം തന്നെയാണ് എന്നുള്ള വസ്തുതയാണ് സുവിശേഷകൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. യോഹന്നാൻ കടന്നു വന്നിട്ട് അനുതാപത്തിൻ്റെ സ്നാനം നൽകുകയാണ്. അനുതാപത്തിൻ്റെ സ്നാനം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ജലം കൊണ്ടുള്ള സ്നാനമാണ്. ഇത് സ്വീകരിക്കുന്നത് യോഹന്നാൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ട്, യോഹന്നാൻ്റെ പ്രബോധനങ്ങൾ അനുസരിച്ചുകൊണ്ട്, തങ്ങളുടെ പാപത്തിന് ചെയ്തത് പാപമാണെന്നുള്ള തെറ്റാണെന്നുള്ള ബോധ്യത്തോടുകൂടി അത് തിരുത്തുവാനായിട്ട് തയ്യാറാകുകയും അതെല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട് യോഹന്നാൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്ത ജനങ്ങൾക്കാണ് യോഹന്നാൻ സ്നാനം നൽകിയത്. ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം എന്നാണ് യോഹന്നാനോട് ചോദിച്ചത്. നിങ്ങൾ സ്നാനം സ്വീകരിക്കുക. അതാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. ഈ സ്നാനം സ്വീകരിച്ചവർ ഏറെ പേരുണ്ടായിരുന്നു. അവരിൽ ചിലർ യഹൂദരും സദുച്യരും ഉണ്ടായിരുന്നു. യഹൂദരാകട്ടെ, അവർ പറഞ്ഞത് തങ്ങൾ മാത്രമാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ, തങ്ങൾക്ക് മാത്രമാണ് രക്ഷയുള്ളത്, മറ്റാർക്കും രക്ഷയില്ല എന്ന് ചിന്തിച്ചു കൊണ്ട് നടക്കുന്നവർ. സദുച്യരാകട്ടെ, തങ്ങളുടെ ബലി കൊണ്ട് മാത്രമാണ് ഈ ലോകം നിലനിൽക്കുന്നതെന്നും പറഞ്ഞു നടക്കുന്നവർ. ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഇവരെ നോക്കിക്കൊണ്ടാണ് യോഹന്നാൻ അണലിസന്ധതികളെ എന്ന് വിളിച്ച് സംബോധന ചെയ്യുന്നത്. നിങ്ങൾ ദൈവകോപത്തിൽ നിന്നും മാറി നിൽക്കുവിൻ എന്നാണ് അവരോട് പറയുന്നത്. പ്രിയമുള്ളവരെ, യോഹന്നാൻ നൽകിയ സ്നാനം നമുക്കറിയാം, ഒരു കേവലം സ്നാനം മാത്രമാണ്. അത് ഒരു തുടക്കം മാത്രമാണ്, അല്ലാതെ ഒരു യഥാർത്ഥമായിട്ടുള്ള സ്നാനമല്ലായിരുന്നു. യഥാർത്ഥമായിട്ടുള്ള സ്നാനം നൽകുന്ന മറ്റൊരുവനാണ്. യോഹന്നാൻ നൽകിയത് ജലം കൊണ്ടുള്ള സ്നാനമാണ്. അത് യഥാർത്ഥത്തിൽ നമ്മുടെ ശാരീരികമായിട്ടുള്ള അഴുക്കുകൾ മാറ്റുവാൻ മാത്രമേ സഹായിച്ചിരുന്നുള്ളൂ. നമ്മൾ യഥാർത്ഥമായിട്ടുള്ള സ്നാനം സ്വീകരിക്കുന്നത് യോഹന്നാൻ തന്നെ പറയുന്നുണ്ട്, എന്നേക്കാൾ എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല, അവൻ നിങ്ങളെ ജലത്താലും അഗ്നിയാലും പരിശുദ്ധാത്മാവിനാലും സ്നാനപ്പെടുത്തുമെന്ന്. പ്രിയമുള്ളവരെ, ആദ്യം സ്നാനം നൽകിയത്
അവരുടെ കേവലം ഒരു സ്നാനം മാത്രമാണെങ്കിൽ, യോഹന്നാൻ നൽകിയ സ്നാനം മാത്രമാണെങ്കിൽ, അത് സ്വന്തം തീരുമാനമനുസരിച്ചുകൊണ്ട് ഞാൻ പാപത്തിൽ വീണുപോയി, തെറ്റുകളിൽ വീണുപോയി, അതെനിക്ക് ബോധ്യപ്പെട്ടുകൊണ്ട് ഞാൻ തിരുത്തുവാനായിട്ട് തയ്യാറായി നന്മയിലൂടെ കടന്നു വരുമ്പോൾ മാത്രമാണ് യോഹന്നാൻ നൽകിയ സ്നാനത്തിന് എന്തെങ്കിലും ഗുണമുണ്ടാകുക. ആ ഗുണം കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തന്നെ തീരുമാനിക്കണം, നമ്മൾ തന്നെ ബോധ്യപ്പെടുത്തണം നമ്മുടെ തെറ്റുകൾ. പക്ഷേ ഈ യോഹന്നാൻ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ എൻ്റെ പിന്നാലെ വരുന്നവൻ നൽകുന്നത് ജലം കൊണ്ടും അഗ്നി കൊണ്ടും പരിശുദ്ധാത്മാവിനെ കൊണ്ടുള്ള സ്നാനമാണ്. അത് തീർച്ചയായിട്ടും നമ്മുടെ ശാരീരികമായിട്ടുള്ള അഴുക്ക് മാത്രമല്ല നമ്മളെ അകറ്റുന്നത്, മറിച്ച് നമ്മുടെ ആത്മാവിനെയാണ് ശുദ്ധീകരിക്കുന്നത്, നമ്മുടെ ആത്മാവിനെ പരിപോഷപ്പെടുത്തുന്നു. നമ്മുടെ ആത്മാവിൽ അടിഞ്ഞുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ഹൃദയത്തിൽ മനസ്സിലടിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ തെറ്റുകളെയും മായ്ച്ചു കളയുന്നു ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ. അതുകൊണ്ട് യോഹന്നാൻ ചൂണ്ടിക്കാണിച്ചത് ആ സ്നാനം സ്വീകരിക്കുവാനായിട്ടാണ്. അത് കൊടുക്കുന്നവനാണ് എൻ്റെ പിന്നാലെ വരുന്നവൻ, അവന് വഴിയൊരുക്കുവാനായിട്ട് മാത്രമാണ് ഞാൻ വന്നിട്ടുള്ളത്. കുന്നുകളും ഒക്കെ നിരത്തപ്പെടണം, മലകളൊക്കെ നിരത്തപ്പെടണം. നമ്മൾ അടിഞ്ഞുകൂട്ടിയിരിക്കുന്ന എല്ലാ മാലിന്യങ്ങളും എല്ലാം നമ്മുടെ ഹൃദയത്തിലുള്ള കുന്നുകളും ഒക്കെയുണ്ട്, തെറ്റുകളും പാപങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ നിരത്തിക്കൊണ്ട് നല്ല ഒരു ഹൃദയം സജ്ജമാക്കണം. അതിനുവേണ്ടി ഒരുങ്ങുവാനുള്ള പ്രബോധനങ്ങളൊക്കെ യോഹന്നാൻ നൽകി. അതനുസരിച്ച് അവർ സ്വീകരിച്ചു അന്നത്തെ ജനത. അതുകൊണ്ട് അവർക്ക് രക്ഷകനെ, യേശുവിനെ കാണുവാനായിട്ട് സാധിച്ചു. ഇനി നമ്മൾ ഈ കടന്നു വരുന്ന യേശുവിനെയും കാണുവാൻ നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ആത്മീയമായിട്ടുള്ള ശുദ്ധി നമുക്കുണ്ടാകണം, വിശുദ്ധീകരണം ഉണ്ടാകണം. അങ്ങനെയുള്ള പരിശുദ്ധി നമ്മളുണ്ടായാൽ മാത്രമേ തീർച്ചയായിട്ടും നമ്മുടെയും ഒരുക്കം പൂർത്തിയാകുകയുള്ളൂ. അതുകൊണ്ട് സഭ നമുക്ക് നൽകിയിരിക്കുന്ന ഈ അവസരം, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അവസരം, അതിൻ്റെതായിട്ടുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, ആ ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെ നമുക്ക് യേശുവിൻ്റെ ആഗമനത്തിനായിട്ട് ഒരുങ്ങാം. നമ്മുടെ ഹൃദയങ്ങളൊക്കെ പരിശോധിക്കാം. നമ്മുടെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന എല്ലാ മാലിന്യങ്ങളും ആത്മാവിൻ്റെ ശക്തിയാൽ കഴുകിക്കളഞ്ഞുകൊണ്ട് ശുദ്ധമായ മനസ്സോടുകൂടി നമുക്ക് യേശുവിനെ സ്വീകരിക്കാം. അനുഗ്രഹത്തിനായിട്ട് ഈ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യഏകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാന സ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയിർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരേ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആഗമനം ഭക്തിയാദരപൂർവ്വം പ്രതീക്ഷിച്ചുകൊണ്ട് അവിടുത്തെ കാരുണ്യം കൂടുതൽ തീഷ്ണതയോടെ നമുക്ക് യാചിക്കാം. ദരിദ്രരുടെ സുവിശേഷം പ്രസംഗിക്കുവാനും ഹൃദയം നുറുങ്ങിയവരെ സുഖപ്പെടുത്തുവാനും അവിടുന്ന് ലോകത്തിലേക്ക് വന്ന പോലെ നമ്മുടെ ഈ കാലയളവിലും സകല അഗതികൾക്കും അവിടുന്ന് രക്ഷപ്രദാനം ചെയ്യുമാറാകട്ടെ. പരിപാലകനായ ദൈവമേ,
തിരുസഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനെയും മറ്റെല്ലാ അജപാലകരെയും എല്ലാ വൈദികരെയും ആഗമനകാലത്തിൻ്റെ അരൂപിയാൽ നിറയ്ക്കണമേ. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് വിശുദ്ധിയിലും സമാധാനത്തിലും സഭയെ നയിക്കുവാൻ അങ്ങയുടെ അഭിഷിക്തരെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹപിതാവായ ദൈവമേ, അങ്ങേ പ്രിയപുത്രനെ സ്വീകരിക്കുവാൻ ലോകം മുഴുവൻ ഒരുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ എല്ലാ പാപാവസ്ഥകളെയും കഴുകി കളഞ്ഞുകൊണ്ട് വെണ്മയുള്ള ഹൃദയത്തിൽ രക്ഷകനായ യേശുവിനെ സ്വീകരിക്കുവാനും ഞങ്ങളുടെ സഹോദരങ്ങളിൽ അങ്ങേ മുഖം ദർശിച്ചുകൊണ്ട് അവരെ സ്നേഹിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സമാധാനദാതാവായ ദൈവമേ, എല്ലാ ഭരണാധികാരികളും ക്രിസ്തു നൽകുന്ന സമാധാനം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് പരസ്പര സൗഹൃദത്തിൽ വർത്തിക്കുവാനും രാജ്യത്തിൻ്റെ ഉന്നമനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുവാനും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആശ്വാസദായകനായ ദൈവമേ, എല്ലാ രോഗികളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ അഭയം പ്രാപിക്കാനും പ്രത്യാശയോടെ ജീവിക്കുവാനും അവരെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിത്യജീവൻ്റെ ഉറവിടമായി ദൈവമേ, മരണം മൂലം ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ തെറ്റുകുറ്റങ്ങൾ പൊറുക്കണമേ. അങ്ങേ പ്രിയപുത്രൻ്റെ രണ്ടാമത്തെ ആഗമനത്തിൽ അവിടുത്തെ വലതുഭാഗത്ത് നിലയുറപ്പിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുവാൻ ഇവരെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനുമായ ദൈവമേ, അങ്ങെല്ലാവരെയും രക്ഷിക്കുകയും ആരും തന്നെ നശിച്ചു പോകരുതെന്ന് അഭിലഷിക്കുകയും ചെയ്യുന്നുവല്ലോ. അങ്ങ് ജനത്തിൻ്റെ ഈ പ്രാർത്ഥനകൾ ശ്രവിക്കണമേ. സമാധാനപൂർണ്ണമായി അങ്ങേ പരിപാലനത്താൽ ലോകീയത നയിക്കപ്പെടുവാനും അങ്ങേ സഭ പ്രശാന്തമായ ഭക്തിയാൽ സന്തോഷിക്കുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടണമേ. ആമേൻ. സഹോദരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനെ പിതാവ് ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാവട്ടെ. ദൈവമേ, ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകളും കാണിക്കകളും വഴി ഞങ്ങളിൽ സംപ്രീതനാകണമേ. ഒന്നും അവകാശപ്പെടാനില്ലാത്ത ഞങ്ങൾക്ക് അങ്ങേ കരുണയുടെ സംരക്ഷണ സഹായമായി നൽകുകയും ചെയ്യുമാറാകട്ടെ.
ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടണമേ. ആമേൻ. കർത്താവ് നിങ്ങളുടെ കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവീൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പ്രഥമാഗമനത്തിൽ അവിടുന്ന് എളിയ ശരീരപ്രകൃതി സ്വീകരിച്ചുകൊണ്ട് പൂർവിക പദ്ധതിയുടെ സംവിധാനം പൂർത്തീകരിക്കുകയും ഞങ്ങൾക്ക് നിത്യരക്ഷയുടെ മാർഗം തുറന്നു തരികയും ചെയ്തു. അങ്ങനെ അവിടുത്തെ പ്രാഭവത്തിൻ്റെ മഹത്വത്തിൽ രണ്ടാമതും എഴുന്നള്ളുമ്പോൾ ഞങ്ങളിപ്പോൾ ജാഗരൂകരായി കാത്തിരിക്കുവാൻ മുതിരുന്ന വാഗ്ദാനം അവസാനം പ്രത്യക്ഷത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. ആകയാൽ മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും അതിരാസന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവ്വചരാചരങ്ങളും സമചിതമായി അങ്ങേ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലിക നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നു അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവെ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കുവാനായിട്ട് അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൾ കാഴ്ചകൾ അതേ ആത്മാവാൻ പവിത്രമാക്കുവാനും കഴിയണമേ. അങ്ങനെ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഏത് രഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് നിരവകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അരുൾ ചെയ്ത്, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവീൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകും. അപ്രകാരത്തിന് തഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്ത്, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ
നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രൻ്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണോർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ശിവദായകവും പരിഭാവനുമായി ബലി രഞ്ജിത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൻ പാർക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലി പ്രസാദിക്കാൻ ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായ ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവായി തീരുവാൻ അനുഗ്രഹിക്കണമേ. അവിടെ ഞങ്ങൾക്കുള്ള നിത്യമായൊരു കാണിക്കയാക്കി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ട അവകാശം ഞങ്ങൾക്ക് ലഭിക്കുവാനിടയാക്കണമേ. വിശ്വ ദേവമാതാവായ ഏറ്റവും പരിശുദ്ധ മറിയത്തോടും ആ കന്യയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട പിതാവിനോടും അനുഗ്രഹ അപ്പോസ്തലന്മാരോടും മഹനീയരായ രക്തസാക്ഷികളോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥയ പരിശുദ്ധ മറിയത്തോടും എല്ലാ വിശുദ്ധരുടെയും തങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തരമായ മധ്യസ്ഥയാൽ സഹായം കൈവരും എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ നിരഞ്ജൻ്റെ ബലി സർവ്വലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാനിടയാക്കണം എന്നപേക്ഷിക്കുന്നു. അങ്ങേ ദാസന ഞങ്ങളുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ ഇരുപതാധ്യക്ഷൻ ജോസ് മെത്രാനോടും മെത്രാൻ പദവിയുള്ളവരോടും വൈദികണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമി തീർത്ഥാടനം ജനങ്ങിയ സഭയെ വിശ്വാസത്തിൽ സ്നേഹത്തിൽ ഉറപ്പിക്കുവാൻ കനിയണമേ. അങ്ങേ തിരുമുമ്പിൽ നിൽക്കുവാൻ തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടള്ളണമേ. കാനിവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മിതിയടഞ്ഞ സഹോദരരെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്നും കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദൈവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നിടൊപ്പം അങ്ങേ മകത്ത് നിത്യമായി സംതരാക്കപ്പെടുന്നും പ്രത്യാശിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല തന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിൻ്റെ കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായി അങ്ങേക്ക് പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതി മഹത്വം എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കാൽപ്പിന്ന ഉത്ബോധരായും ദിവ്യൂത ചരോക്ത്രയും നിർഭയ നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലും ആയിടേണം. അന്നു വേണ്ടുന്നോരാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ ദ്രോഹം നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളെ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തെ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും
എല്ലാ വിധത്തിൽ നിന്നും സുരക്ഷാവുകയും ചെയ്യുമാറാവട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിനക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്ന അപ്പോസ്തലന്മാരെ അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യം നൽകുവാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടിരണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളുടെ കൂടെ ഇപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കും. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇത് ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇത് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന ആത്മാവ് സുഖം പ്രാപിക്കും.
കഴിഞ്ഞ ഞായറാഴ്ച ശാസ്ത്ര കാഴ്ച 3420 രൂപ. വരുന്ന ഞായറാഴ്ച 13-ാം തീയതി ജനറൽ ക്ലീനിങ് ദിവസമാണ്. നമുക്കറിയാം, നമ്മുടെ ക്രിസ്മസിനുള്ള ഒരു ഒരുക്കമായിട്ട് നമുക്കിതിനെ കാണണം. ഇത് എല്ലാ മാസവും ചെയ്തു വരുന്ന ഒന്നായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യമനുസരിച്ച് അത് മുടങ്ങിക്കിടക്കുകയായിരുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ അത് തുടക്കം കുറിക്കുകയാണ്. ഇനി തീർച്ചയായിട്ടും അത് നമ്മുടെ ഒരു ക്രിസ്മസിനുള്ള വലിയ ഒരുക്കമായിട്ട്, പ്രത്യേകിച്ച് ആത്മീയപരമായിട്ടുള്ള പോലെ തന്നെ നമ്മുടെ ശാരീരികമായിട്ടും ഭൗതികമായിട്ടുള്ള ഒരുക്കമായിട്ട് കാണണം. അതിനെല്ലാവരും ഒരു ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 എത്തിച്ചേരുക. നമ്മുടെ ഇടവകയിൽ പ്രവർത്തിക്കുന്ന മരണ ഫണ്ടിൽ മുൻവർഷത്തെ മിച്ചമായ തുകയിൽ നിന്നും മുൻകൂർ ഗഡുകൾ അടച്ചത് ഏതാണ്ട് കാലാവധിയായിരിക്കുന്നു. ആയതുകൊണ്ട് ഇനിയുള്ള ഗണുക്കൾ മുടക്കം കൂടാതെ അടക്കുവാൻ എല്ലാവരും തയ്യാറാണ് എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ സമീപത്തുള്ള പെരുമ്പടപ്പ് തിരുക്കുടുംബ ആശ്രമത്തിൻ്റെ നവതിയും ആശ്രമ ദേവാലയത്തിൻ്റെ സുവർണ ജൂബിലിയും സംയുക്തമായിട്ട് വരുന്ന ഞായറാഴ്ച 13-ാം തീയതി ആഘോഷിക്കുന്നു. രാവിലെ 6 മണിക്കും 8 മണിക്കും കുർബാന, 10 മണിക്ക് അഭിവന്യ പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നവതി ജൂബിലി കുർബാനയുണ്ടായിരിക്കും. അതുകൊണ്ട് ഈ 3 കുർബാനകളുണ്ടായിരിക്കും. എല്ലാം ജൂബിലി ആഘോഷം എല്ലാം തന്നെ കോവിഡ് മാനദണ്ഡങ്ങൾ നിർബന്ധമായും പാലിച്ചുകൊണ്ടായിരിക്കും നടത്തപ്പെടുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ആത്മീയ പോഷണമാകുന്ന ഭോജനത്താൽ നിറഞ്ഞ് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ രഹസ്യത്തിലെ പങ്കാളിത്തം വഴി ലൗകികമായവ ശരിയായി വിലയിരുത്തുവാനും സ്വർഗീയമായവ മുറുകെ പിടിക്കുവാനും ഞങ്ങളെയും പഠിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടണമേ. കർത്താവ് നിങ്ങളോടും കൂടെ. പരിശുദ്ധനായ ദൈവവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അനുഗ്രഹിക്കട്ടെ. പോകുവിൻ, ദീപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.